പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മളൊരു പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. ആ പ്രതികരണം നടത്തുന്നത് മറ്റാരുമല്ല, UDF അധികാരത്തിലെത്തിയാൽ പൂഴ്ത്തിവെച്ചിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പുറത്തുവിടുമെന്ന് പറഞ്ഞത് നടൻ സലിം കുമാറാണ്. UDF സർക്കാർ അധികാരത്തിലെത്തുമെന്നും പിഷാരടി പാലക്കാട് വിജയിക്കുമെന്നും സലിം കുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മനീഷ് ഐഷ മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ ഒരുങ്ങുമ്പോൾ ഇക്കുറിയും UDFന് വേണ്ടി നടൻ സലിംകുമാർ സജീവമാണ്. നമ്മളോടൊപ്പം സലിംകുമാറാണ് ചേരുന്നത്. ഇക്കുറിയും VD സതീശന്റെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് അങ്ങാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതിനു മുമ്പുള്ള പ്രാവശ്യമൊക്കെ MLA ആയിട്ടാണ് വിജയിപ്പിച്ചെങ്കിൽ ഇക്കുറി അതിനൊരു മാറ്റം ഉണ്ടാകുമോ? ഇപ്പോൾ തുടർച്ചയായിട്ട് അതെൻ്റെ ഒരു കർത്തവ്യമായിട്ട് മാറിയൊക്കെയാണ് VD സതീശന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അവർ ഉദ്ഘാടനം ചെയ്യാമെന്നല്ല പറയാം, ആ അവകാശം അങ്ങോട്ട് നിർവഹിക്കണമെന്നാണ് പറയാം. VD സതീശൻ ഈ പ്രാവശ്യം ഇവിടുന്ന് പോകുന്നത് ഒരു MLA ആയിട്ടല്ല, കേരളം നയിക്കേണ്ട ഒരാളായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും പറവൂരുകാരായ ഞങ്ങൾ അദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കും, അത് ഉറപ്പാണ്. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, ഭരണമാറ്റം ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലത്. കാരണം ഇങ്ങനെ തുടർച്ചയായി കഴിയുമ്പോൾ അവർക്ക് അതൊരു സുഖമായി. ഇപ്പം തന്നെ അറിയാമല്ലോ, പല പല അണികളും എല്ലാവരും അഴിമതികളും അയ്യപ്പൻ്റെ സ്വർണവും ഓരോരോ കാര്യങ്ങൾ, രക്തസാക്ഷി ഫണ്ട്, എവിടെയൊക്കെ പിടിക്കുന്നു അവിടെയൊക്കെ കളവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പത്രത്തിലൂടെ വായിക്കല്ല, അതായത് ആരോപണമൊന്നും അല്ലല്ലോ, പത്രത്തിലൂടെ വായിക്കുകയാണ്. അപ്പം ഇവർക്ക് അവർ നിൽക്കട്ടെ, കുറച്ച് കാലത്തേക്ക് നിൽക്കട്ടെ, UDF ഇരിക്കട്ടെ. അങ്ങനെ മാറി മാറി ഭരിക്കുന്നതാണ് കേരളത്തിന് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ അങ്ങയുടെ സഹോദര തുല്യനടക്കമുള്ള ഒരാളായിട്ട് പിന്നെ രമേശ് പിഷാരടി ഇപ്പോൾ പാലക്കാട് വിധി തേടുകയാണ്. അദ്ദേഹം രംഗത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല ആരോപണങ്ങളും പരാമർശങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു, എന്താണ് അങ്ങേക്ക് അതിൽ പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ തോമസ് ഐസക്കിനെ പോലത്തുള്ള പരിണതപ്രജ്ഞനായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹം, വിദ്യാസമ്പന്നനായൊരു ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു വാക്കാണത്. ഇവിടെ മാത്രമല്ലല്ലോ, റൊണാൾഡ് റീഗൻ വരെ പ്രസിഡൻ്റായ കലാകാരനാണ്. അപ്പം എന്നെ വിളിക്കുന്നതിന് പിഷാരടിനെ അല്ല വിളിക്കണത്, കേരളത്തിലെ ഓരോ കലാകാരന്മാരെ വിളിക്കുകയാണ്. അതൊന്നും ഒരിക്കലും ഒരു കലാകാരനും സഹിക്കാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും പിഷാരടി വിജയിക്കും. അവന് എന്തെങ്കിലുമൊക്കെ ടൈറ്റ് ഉണ്ടായെങ്കിൽ ഇതോടുകൂടി മാറിക്കിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഈ സിനിമാ മേഖലയിലൊക്കെ പലപ്പോഴും ഈ ഹേമ കമ്മിറ്റിയൊക്കെ ബന്ധപ്പെട്ട് അത് പലതും പൂഴ്ത്തി വെച്ചെന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ആരോപണമല്ല, പൂഴ്ത്തി വെച്ചതല്ലേ. അപ്പം എന്തുകൊണ്ട് പൂഴ്ത്തി വെച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തുകൊണ്ടാണ് പൂഴ്ത്തി വെച്ചത്? അതിലെ പ്രതികളെല്ലാം മാർക്സിസ്റ്റുകാരായിരുന്നു, ടോപ്പിലിരിക്കുന്ന ആളുകളായിരുന്നു. ഈ പെൺപിള്ളേരെ പീഡിച്ചിട്ട് അവൾക്കൊപ്പം അവനൊപ്പം അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് നടക്കാന്നല്ലാതെ ഇവരൊക്കെ അസാധ്യ പീഡകന്മാരാണെന്നേ. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ഒരു ഭരണമാറ്റം കേരളത്തിന് അനിവാര്യമാണ് എല്ലാ മേഖലകളും. അതെ അതെ, തീർച്ചയായിട്ടും UDF സർക്കാർ വരുന്നതിൻ്റെ പ്രതീക്ഷ. അപ്പം സലിംകുമാറിന് പറയാനുള്ളതാണ്, UDF സർക്കാർ തന്നെ അധികാരത്തിലേക്ക് എത്തും. മാത്രമല്ല, ഇതിനു മുമ്പ് LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പൂഴ്ത്തിവെച്ച കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനും UDF സർക്കാരിന് സാധിക്കുമെന്നാണ് പറയുന്നത്. കൊച്ചിയിൽ നിന്നും ജീവനൊപ്പം മനീഷ് ഐഷ മാത്യു, ന്യൂസ് മലയാളം.